നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിലെ തൊഴിലാളികളിൽ ചിലർ പണിയെടുക്കാതെയും ഫോട്ടോ അപ്ലോഡ് ചെയ്യാതെയും മസ്റ്റർ റോളിൽ ഒപ്പിട്ട് അനധികൃതമായി വേതനം പറ്റിയതിനെതിരെ നടപടി വരുന്നു. മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ 31 തൊഴിലാളികൾ ജോലി ചെയ്യാതെ കൈപ്പറ്റിയ വേതനം തിരിച്ചു പിടിക്കാനാണ് പദ്ധതിയുടെ ജില്ലാ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ 6, 9, 10, 15, 18 വാർഡുകളിലെ ബന്ധപ്പെട്ട തൊഴിലാളികൾ ജോലി ചെയ്യാതെ വാങ്ങിയ 10,726 രൂപ തിരികെ പിടിച്ച് MGNGEGS ഫണ്ടിലേക്ക് അടയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ചെത്തി ഈരശ്ശേരിയിൽ EJ ഡേവിഡ് നൽകിയ പരാതിയിന്മേലാണ് ഓംബുഡ്സ്മാൻ ഡോക്ടർ സജി മാത്യുവിൻ്റെ ഈ ഒരു നടപടി വന്നിരിക്കുന്നത്. സമാന സംഭവത്തിൽ ഡേവിഡ് മുൻപ് നൽകിയ പരാതിയിലും ഓംബുഡ്സ്മാൻ്റെ ഉത്തരവനുസരിച്ച് ജൂണിൽ 13,986 രൂപ തൊഴിലാളികളിൽ നിന്ന് തിരികെ വാങ്ങിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ എല്ലാ പഞ്ചായത്തുകളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മറ്റൊരു അറിയിപ്പ്, തൊഴിലുറപ്പ് പദ്ധതിയിലെ കരാർ ജീവനക്കാരെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ അംഗമാക്കാൻ സംസ്ഥാന തദ്ദേശ വകുപ്പ് തീരുമാനം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കരാർ അല്ലെങ്കിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് EPFൽ ചേർക്കുക. 15,000 രൂപയോ അതിലധികമോ പ്രതിമാസ വേതനം വാങ്ങുന്നവർ 1,800 രൂപയാണ് PFലേക്ക് അടയ്ക്കേണ്ടത്. 1,950 രൂപയായിരിക്കും തൊഴിലുടമയുടെ വിഹിതം. EPF നിയമം അനുസരിച്ച് 15,000 രൂപ വരെ വേതനം വാങ്ങുന്നവരാണ് അംഗങ്ങളാകേണ്ടത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ കരാർ ജീവനക്കാർക്ക് നിലവിലെ കുറഞ്ഞ വേതനം 24,040 രൂപയാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അംഗങ്ങളാകുവാൻ സാധിക്കും. ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന, ജില്ലാ, സംസ്ഥാന അധികൃതർ ശ്രം സുവിധ പോർട്ടലിൽ തൊഴിലുടമ എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ്. എല്ലാ മാസവും 15-ന് മുൻപ് മൊത്തം തുക PFലേക്ക് അടയ്ക്കുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ചിലവ് കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപാധികളോടെ PF തുക തൊഴിലാളികൾക്ക് പിൻവലിക്കുകയും ചെയ്യാം. ജോലി ഉപേക്ഷിച്ച് 1 മാസത്തിന് ശേഷം EPF ഫണ്ടിൻ്റെ 75% 2 മാസത്തിന് ശേഷം ബാക്കി തുകയും പിൻവലിക്കാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.